हमारे चैनल पे। तो हम आ गए हैं एक और नई मूवी के साथ और आज जिस मूवी पे रिएक्ट करने जा रहे हैं वो है एक्शन हीरो बिज्जू। और अगर हम इसकी स्टारिंग की बात करें तो नवीन पॉली है इसमें। हमने सर्वम माया में भी देखे थे, इनकी एक्टिंग इज सुपर कूल। वही, और ये ना बहुत अच्छा हो गया है कि इससे पहले हम लोगों ने सर्वम माया में देखा था इनको, तो हमारे दिमाग में इनकी एक्टिंग बैठ रखी है। और यार बाकी देखा जाए ना, ये जो मूवी है ये कॉमेडी होने वाली है एंड आई एम अ काइंड ऑफ पर्सन हु लाइक्स कॉमेडी मूवीज, है ना। और काफी पुरानी मूवी 2016 की है और इट्स बीन अ लॉन्ग टाइम कि हम लोगों ने ना ऐसी कॉमेडी नहीं देखी है। एग्जैक्टली, हमने बहुत सारी एक्शन मूवीज देखी हैं अब तक। वही, बाकी देखते हैं कि कैसी रहती है। सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। कराटे राजेश ഫ്രണ്ടി പറ എവിടെ राजेश जी को पकड़ने की प्लानिंग कर रहे हैं लोग। എടാ നീ കൃത്യം സ്കെച്ച് ചെയ്ത് നോണം, ഞാൻ ഇപ്പൊ തന്നെ എത്താം. എവിടെ അവൻ? സാറേ ഈ പാലം കടന്ന് അപ്പുറത്തൊരു കാടില്ലേ സാറേ, ആ കാടിനകത്ത് ഉണ്ടാവുമാര്. ആ കേറ്. पकड़ा जाएगा राजेश राकेश राजेश राजेश। സാറേ എവിടെ നിർത്തി സാറേ? ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ്. നീ അങ്ങോട്ടാടാ? ഇതൊരു കോന്തുരുത്താണ് സാറേ. എടാ മധു, നിങ്ങൾ ആ വഴി വാ, ഞാൻ ഇവിടെ പോവാം. സാറേ ഞാനങ്ങോട്ട് വന്നു, നമ്മളായിട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ പടം സാറേ. वो चोर നീ പേടിക്കണ്ട, ഞാൻ ഷോളേശം മുഖം എന്ന് പറഞ്ഞത്. बाइक पे रखी है। मेरे को सारे तो हमारे पूरा टाइप लग रहा है ये बंदा। ഇവിടെ തന്നെ ഉണ്ട് സാറേ അവന്മാര്, ഇവിടെ കാണും. ദേ നിങ്ങൾ സാറേ അവന്മാര്. जो चले गया बंदा चलाया था पुलिस का സാറേ ഞാൻ പടിയാണ് വേണ്ട സാറേ. ആ നീ വിട്ടോ. ये है शायद राकेश। लग रहा है चोर। पुलिस वाला ही है। പോലീസടാ വാ. എന്താണ് സാറേ കാര്യം? കാര്യമൊക്കെ പിന്നെ പറയാം. നീ വാ. लुटा दिया ബലം പിടിക്കരുത്. എടാ, അവനെ കിട്ടി കിട്ടി. നീ ओहो പറഞ്ഞോളൂ സാറേ, തൊള്ളിട്ടോന്ന്. यार मेरे को ये नहीं समझ आ रहा पुलिस वाला कौन है। नवीन पॉली राइड विद द पुलिस ऑफिसर। अब मूवी एक्चुअली मुझे अभी तक कुछ फनी वाला तो कुछ लगा नहीं। लोग बहुत ऐसे लग रहा है सीरियस पूरा ढोल ढोल बज रहा है यार। ഫലഭൂയിഷ്ഠമായ കേരളത്തിന്റെ മണ്ണിൽ വളരുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഈ കായ कोकोनट ट्री തെങ്ങിൻകായ कोकोनट അഥവാ തേങ്ങ പലതരം അസുഖങ്ങൾക്കും ഒന്നാന്തരം वही तो ഒറ്റമൂലിയാണ്. എനിക്ക് എടുത്തു കഴിച്ചാട്ടെ, തേങ്ങാ പലഹാരമാ. आई लव कोकोनट കൊള്ളാം. बिस्किट्स यार। തേങ്ങ കൊണ്ടുണ്ടാക്കിയല്ലേ, നല്ല ടേസ്റ്റ്. ദേ, ഇത് തേങ്ങാ ബർഫി, അത് കുക്കി. ടിവിയിലെ പാചക പരിപാടി കണ്ടുണ്ടാക്കിയതാ. മോനച്ചന്റെ പിള്ളേർക്ക് വലിയ ഇഷ്ടാ. എനിക്ക് പിന്നെ ഈ പഞ്ചസാരയുടെ അസുഖം ഉള്ളതുകൊണ്ടേ ഞാനിതൊന്നും കഴിക്കുകയല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ട് ഇതുവരെ ഷുഗറും ओ പ്രശ്നമില്ല. ऐसे कौन बोलता है हो जाएगी आपको भी शुगर। എന്തുവാ? അമ്മച്ചി, ഞാൻ വന്നതെന്നു വെച്ചാലേ നമ്മുടെ കുഞ്ഞുകൂടെ കല്യാണം ഉറപ്പിച്ചു. ആഹാ, അടുത്ത മാസം 15-ാം തീയതി കല്യാണം. ചെറുക്കൻ എന്നതാടാ പണി? പോലീസിലാ അമ്മച്ചി, പോലീസിലോ? സബ് ഇൻസ്പെക്ടറാ. ശരിയാ. കുടുംബത്തെ ഒരു സബ് ഇൻസ്പെക്ടർ ഉള്ളത് നമുക്കൊക്കെ ഒരു बिज्जू वाले हैं। ബിജു. സബ് ഇൻസ്പെക്ടർ ബിജു, നല്ല പേര്. കുഞ്ഞോടെ ശരിക്കുള്ള പേരെന്തുവാ? ഞാൻ എപ്പോഴും അതങ്ങ് മറന്നുപോകും. ബെനീറ്റ. എണീറ്റിട്ട് ബെനീറ്റ ഡൊമിനിക്. ബെനീറ്റ ഡൊമിനിക്. राइट्स दे दिया भाई। ഈ കല്യാണം വിളി ഏറ്റവും വലിയ ചടങ്ങ്. ചാച്ചനോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, ഫേസ്ബുക്കിൽ നമ്മുടെ ഒരു ഫാമിലി ഗ്രൂപ്പ് ഉണ്ടായിട്ട് അതിനകത്തൊരു കല്യാണ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാൻ.
എളുപ്പമായിരുന്നു. ഈ കുഴിയിലോട്ട് കാലം നീട്ടിരിക്കുന്ന മുണ്ടക്കത്തെ അപ്പച്ചനാ ഫേസ്ബുക്ക്. ചാച്ചനെ അറിയാൻ പാടില്ലാണ്ടാണ് മുണ്ടക്കയത്തെ അപ്പച്ചനെ ഇപ്പൊ 2 ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടോ അല്ലേ ചേച്ചി? അതാണ്. അല്ല എനിക്ക് അതല്ല അതിശയം. എനിക്ക് പണ്ടൊരു പോലീസുകാരൻ്റെ ആലോചന വന്നതാ. എന്നിട്ട് എന്താ കെട്ടാഞ്ഞേ? അയ്യോ പോലീസുകാരെന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ അന്നത്തെ കാലത്തൊക്കെ ഈ പറയാ കണ്ണൊക്കെ ചൊമ്പിച്ച് മീശയൊക്കെ ആയിട്ട് പേടിയാവത്തില്ലേ പോലീസ് എന്ന് പറഞ്ഞാ? പക്ഷെ നമ്മുടെ പേരൊരു മര്യാദക്കാരനാ. അവനെ हाँ കണ്ടാ यार അയ്യോ, क्या നേരാ. बात, इतनी അവനെ तारीफ, കണ്ടാൽ തന്നെ इतनी അറിയാം. तारीफ ഇതൊരു फूलों की പാവമല്ലേ? बरसात कर दी। അവൻ എങ്ങനെയാണോ ഈ ഗുണ്ടകളും ഒക്കെ ആയിട്ട്? ഗുണ്ടാന്നൊക്കെ പറഞ്ഞ നല്ല കിണ്ണം കാച്ചിയ ഗുണ്ട. ओए, ഒരു തര കേസും ഇന്ന് രാവിലെ തേവര ജംഗ്ഷനിൽ ഇവന്റെ ബൈക്കിനടുത്ത് വേറൊരുത്തൻ ബൈക്ക് പാർക്ക് ചെയ്ത് ഇവന് ഇഷ്ടപ്പെട്ടില്ല. इसको धोएगा, इसको बुलेट चाहिए ഇവനെ मेरे को അടിച്ചാ लग മതി. रहा है। ഒന്നും രണ്ടും പറഞ്ഞവൻ പിച്ചാത്തിയെടുത്ത് മറ്റവനിട്ട് ഒറ്റ കുത്ത്. കുത്തിയത് ഒരു വൃക്ക പോയി. ഇവന്റെ അരിശം കാരണം അതും मेरे को पता ही था। ये तो बार भी अलग ही रहा है भाई। वो ये वो कितनी पॉली तो लोग बोल रहे हैं ना എന്റെ സ്റ്റേഷൻ പരിധി ഒരു ഗുണ്ട മതി. മനസ്സിലായോ? छावे गुरु इसमें नितिन पॉली कितने अलग लग रहा है ना सिर्फ माया से। ഇതിപ്പോ 3ാമത്തെ തവണയാണ് ബൈക്കിലെത്തി സ്ത്രീകളെ മാല പൊട്ടിക്കുന്ന കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും നിങ്ങൾ പിടിച്ചോ അതോ ഞാൻ ഇറങ്ങി അവന്മാരെ പിടിക്കണം? ഇഫ് യു കാൻ ഡു ഇറ്റ് യു ആർ നോട്ട് ഫിറ്റ് ഇനഫ് ടു പുട്ട് ഓൺ ദിസ് പോലീസ് യൂണിഫോം. സ്നാച്ചിങ് കേസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ പ്രോപ്പർ വയർലെസ് കമ്മ്യൂണിക്കേഷൻ നടത്തി ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്താൽ ഇവന്മാരെ പിടിക്കാം. കഴിഞ്ഞ 10 വർഷത്തെ സ്നാച്ചിങ് കേസ് പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് വെരിഫൈ ചെയ്ത് എനിക്ക് സബ്മിറ്റ് ചെയ്യുക. SIമാർ എഫക്റ്റീവായി ആക്ഷൻ എടുക്കുക. CIമാരും ACPമാരും അത് പ്രോപ്പറായി മോണിറ്റർ ചെയ്യുക. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ് സാർ. ഞാനത് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ഫോളോ അപ്പ് ചെയ്തോളാം. ഗുഡ് മോർണിംഗ് സാർ. ഓവർ. P18 കോബ്ര. കോബ്ര SA18 ആൻസറിംഗ്. ഗുഡ് മോർണിംഗ് സർ. 4 കേസ് റിപ്പോർട്ട് ആയിട്ടുണ്ട്. 2 കേസുകൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളാണ്. 3ാമത്തെ കേസ് 15C അബ്കാരി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും 4ാമത്തെ കേസ് 118 KP ആക്ട് പ്രകാരമുള്ളതാണ് സർ. 72 ME പെറ്റിയുണ്ട്, 14 ജയിൽ പെറ്റിയുണ്ട്, 8 വാറണ്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്, 41 വാറണ്ട് പെൻഡിംഗ് ആണ്, 17 സമൻസ് സെർവ് ചെയ്തിട്ടുണ്ട്, 32 സമൻസ് പെൻഡിംഗ് ആണ്, 41 കേസ് അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ് സർ. മറ്റ് വിശേഷങ്ങളൊന്നുമില്ല. ഗുഡ് മോർണിംഗ് സർ. ഓവർ. കേസുകൾ പെൻഡിംഗ് വെക്കാതെ പരമാവധി തീർക്കാൻ നോക്കുക. ഇമ്മീഡിയറ്റ് ആക്ഷൻസ് എടുക്കുക. ഓവർ. ഇൻസ്ട്രക്ഷൻസ് ക്ലിയർ ആണ്. करो clear। വിൽക്കോ സർ. ഓവർ. സർ സ്റ്റേഷൻ പറയാം ഫസ്റ്റ്. വയർലെസ് സെറ്റ് കൃത്യമായിട്ട് നോക്കണേ. എന്താണ് പരാതി പറയാൻ വരുന്ന സ്ത്രീകളുടെ പേരും ഡീറ്റെയിൽസ് വുമൺ ഡെസ്കിന് രജിസ്റ്റർ എൻട്രി ചെയ്യണം. പ്രായമുള്ള ആരും വരെ നേരെ കടത്തി വിട്ടേ. വെയിറ്റ് ചെയ്യേണ്ട. सबको काम കേസിനെ പറ്റി ആരും കൃത്യമായിട്ട് ജീവിതത്തിൽ എൻട്രി ചെയ്യണം സാർ. ഒന്നും വിട്ടുപോരുത് സാർ. രാജാവേ എന്താണ് ഡേയിലൊക്കെ so hard working man। ഇവിടെ തന്നെ കാണണം. मिन्नी മീനെ എവിടെ? मिन्नी पर ना ज्यादा फोकस हुआ है। മിനിമോളല്ല മിനിമോൻ. मिन्सारे വിളിക്കുന്നു സാറേ मिन्नी। സാർ വിളിക്കും. ഓ ഇവിടെ തൊപ്പിയും കാണുന്നു. ഇന്നും ലേറ്റ് ആണല്ലോ. ഈ പടി പോയാലും ജീവിക്കട്ടെ സാറേ. വാഴകൃഷിക്കിടയ്ക്ക് ഈ പണി കൂടി ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് പണി? സാർ ഇന്നലെ കുറച്ച് പെറ്റീഷൻകാരെ വിളിപ്പിച്ചിട്ടുണ്ട്. അവരെ എതിർഭാഗം വരുന്നുണ്ട്. ഞാനിവിടെ തന്നെ ഉണ്ട്. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നോക്കിക്കോളാം സാർ. ശരി. शानदार। ലോപച്ച ആ ജോസൂട്ടി 4-4 വട്ടമായി കയറി ഇറങ്ങി നടക്കുന്നു. കേറ്ററിംഗ് അവനെ ഏൽപ്പിക്കേണ്ട പക്ഷേ ഭയങ്കര ചാർജാണ്. എൻ്റെ ഒരു കൂട്ടുകാരാണ്, ഞാൻ അവനോട് സംസാരിക്കട്ടെ. അവനോട് ആ ലീവിന്റെ കാര്യം അതെ, അമ്മച്ചന്റെ ലീവിന്റെ കാര്യം എന്തായെന്ന് ചോദിക്കുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കാര്യമില്ലേ? ആ വേറൊന്നുമില്ല. എന്നാ പിന്നെ നീ സൗകര്യം പോലെ വിളിക്കേ. ശരി അപ്പച്ച. ഹലോ ടൗണസേ, പട്ടിയെ വിട്ടോ. എന്ത് പ്രായമുള്ള കുട്ടിയാണ്? എന്താണ് പേര് കുട്ടിയുടെ? मालविका। ആ എടാ സുബേരതേ, നീ ആ ജനറൽ ഹോസ്പിറ്റലിൽ ചെല്ലണം. അവിടെ ഒരു 12 വയസ്സായ പെൺകുട്ടിയെ പട്ടിയെ വിട്ട് കടിപ്പിച്ചെന്ന് പറഞ്ഞാൽ കോള് വന്നു. നീ അവിടെ ചെന്ന് കാര്യം അന്വേഷിക്കും, എന്നിട്ട് വിളിച്ചു പറ. സാർ ഇന്നലെ ശമ്പളത്തിന്റെ പെറ്റീഷനായിട്ട് വന്നിട്ടുള്ള പെൺകുട്ടി വന്നിട്ടുണ്ട്. ആ വരാൻ പറ. വരൂ.
നിങ്ങൾ ഈ ഫ്ലൈ ഓവർസീസ് ഏജൻസിയിൽ വർക്ക് ചെയ്യായിരുന്നല്ലേ? അതെ. എത്ര നാൾ ജോലി ചെയ്തു? 1.5 മാസം. അതിന്റെ ശമ്പളം തന്നില്ല എന്നല്ലേ? ഇല്ല, 1000 രൂപ തന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട്. ഈ ഏജൻസിക്കാർ വന്നിട്ടുണ്ടോ? ഉണ്ട് സാർ. വരാൻ പറയും. നിങ്ങൾ എത്ര നാൾ മുമ്പാണ് ജോലി നിർത്തിയത്? 3 ആഴ്ച മുമ്പ് വിട്ടത്. ചേർത്തലെന്നാ വരുന്നത് സാർ. भाई कितना बुरा करते हैं ना, सीरियसली कुछ लोग करते हैं. ഓവർസീസ് മാൻ പവർ നിങ്ങളുടെ സ്ഥാപനമല്ലേ? നിങ്ങളുടെ ഏജൻസിയിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടിയില്ലെന്ന് പരാതി വേണ്ടിയാണ് കുട്ടി ഇവിടെ വന്നിരിക്കുന്നത്. സോ കമ്പനി ഹാവ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അത് വെച്ചിട്ട് ഒരു എംപ്ലോയിക്ക് രാജിവെക്കണമെങ്കിൽ 3 മാസം മുമ്പ് നോട്ടീസ് ഇഷ്യൂ ചെയ്യണമെന്നാണ് ബോണ്ടിൽ സൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇയാളത് ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് സാർ അത്. സാർ റൂൾസ് ആൻഡ് റെഗുലേഷൻ പറയുകയാണെങ്കിൽ കറക്റ്റ് 1 മാസം ആകുമ്പോഴത്തേക്കും സാലറി തരണ്ട. നിങ്ങൾക്ക് എത്ര രൂപ ശമ്പളം പറഞ്ഞിരുന്നു? 10,000. എത്ര ദിവസം ജോലി ചെയ്തു? 50 ദിവസം. 15,500 രൂപ. ഇതൊരു നിസ്സാര തുകയല്ലേ വരുന്നുള്ളൂ. നിങ്ങൾക്കത് കൊടുത്ത് സെറ്റിൽ ചെയ്തോടെ? സാർ അതിൻ്റെ ഇടയ്ക്ക് സാർ അത് ചോദിച്ച് ഞാൻ പോയത് അവരുടെ അടുത്ത് കുറേ പ്രാവശ്യം. അവർ കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നത്. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലി എനിക്ക് അച്ഛനില്ല സാറേ. അമ്മയും +2 പഠിക്കുന്ന വളരെ ബുദ്ധിമുട്ടുണ്ട് സാർ. സാറേ ബുദ്ധിമുട്ടെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത സാർ. കമ്പനിക്ക് ഒരു ലോയും പോളിസി ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ കമ്പനിയിലുള്ള എഗ്രിമെന്റിൽ സൈൻ ചെയ്തിട്ടുള്ളതാണ് ഇയാൾ. ഇമോഷണലായിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല സാർ പരാതി തരും. അല്ല, അവരൊരു സ്ത്രീയല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു 10-50 ദിവസം നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തല്ലേ? ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് പരമായി എല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി അവർക്ക് ഇങ്ങനെ ലേബർ കോഡിൽ ബുക്കോട്ട് വരും അങ്ങനെയാണെങ്കിൽ. മാത്രമല്ല ഇതൊരു പോലീസ് സ്റ്റേഷനിൽ വന്ന് സെറ്റിൽ ചെയ്യേണ്ട കേസല്ലോ സാർ. കാരണം മൊബൈലൊന്നും ഉടച്ച് നിങ്ങളുടെ മൊബൈലിൽ മിക്കും. നിന്റെ ഓഫീസ് എവിടെയാണ്? മലമ്പള്ളി നമ്മുടെ സ്റ്റേഷനിൽ വരില്ലാണോ? അതെ സാർ. നിന്റെ ഓഫീസിൽ എന്തൊക്കെ റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്? സാർ മാൻ പവർ കൺസൾട്ടൻസി സാർ. ആളുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നതാണ്. നീ കമ്പനിയുടെ ആരാണ്? സാർ ഞാൻ ഷിൻഡോ മാനേജിംഗ് ഡയറക്ടറാണ് സാർ. ഇതാരാണ്? സ്റ്റെഫൻ സാർ. നിന്റെ ഓഫീസിനകത്തുള്ള എല്ലാ ഡോക്യുമെന്റ്സും 10 മിനിറ്റുള്ളൂ. സാർ ഞാൻ നീ പോകണ്ട. നിന്റെ സ്റ്റാഫിനോട് ഇടിപ്പിക്കും. സാർ എൻ്റെ കൂടുതൽ സംസാരമില്ല. भाई शुक्र क्या है. पता इसकी प्रॉब्लम सॉल्व हो जाए. अब इसको धमकाएगा. पर अच्छा രണ്ട് ഫ്രീക്കന്മാരെ പോയി. ആരോ വണ്ടിക്ക് നമ്പർ പ്ലേറ്റും ഇല്ല ഹെൽമെറ്റും ഇല്ല. മറണ്ട് വിളി. कैसे लग रहे हैं वो लोग? देखना. ശരത്താ. നിന്റെ സുജിത്ത്. വീട് എവിടെയാണ്? ഇവിടെ കുമ്പളങ്ങ. കുമ്പളങ്ങ എവിടെ? ഇല്ലിക്കാഞ്ചിന് പടിഞ്ഞാറ്. എന്റെ പള്ളുരുത്തി വേളി. എന്താണ് പണി രണ്ടാൾക്കും? ടൈൽസിന്. എന്താണ് അച്ഛൻ്റെ പേര്? സുരേന്ദ്രൻ. കുഞ്ഞപ്പൻ. എന്താണ് അച്ഛൻ്റെ പണി? കൺസ്ട്രക്ഷൻ വർക്ക്. എൻ്റെ 12 മണിയാണ് സാർ. ഇവൻ്റെ അച്ഛനും 12 മണിയാണ്. രണ്ടുപേരുടെ ലൈസൻസ് എന്തേ? സാറിൻ്റെ കൊടുത്തേക്കാണ്. भूल भी क्या दे दूंगे. ആ നിന്റെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് എന്തിട്ടാ? ക്ലാമ്പ് പിടിഞ്ഞു. നിന്റെയോ? സ്ക്രൂ പോയി സാറേ. കേറി കയറി ഞാൻ എവിടെയാണ് വരുന്നത്? ഞാൻ ചോദിച്ചത് നിങ്ങളുടെ രണ്ടുപേരും നമ്പർ പ്ലേറ്റ് ഒരുമിച്ച് എന്ത് പറ്റിയെന്നുള്ളതാണ്. ഡോ ഇവരുടെ പേരിലെ 1 മിനിറ്റ് ചാർജ് ചെയ്യണം. എന്റെ 2 ബൈക്ക് എടുത്ത് भी है ऐसा नहीं, अच्छे के साथ अच्छा बुरा के साथ बुरा है. അറിയാ ആ കൊച്ചു സാർ എല്ലാ പേപ്പേഴ്സും ഉണ്ട് സാർ. പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ? സാർ കമ്പനി ആക്ഷൻ കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് സാർ. കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, നീ വിദേശത്തേക്ക് ആളെ കയറ്റിക്കുന്ന കമ്പനി അല്ലേ? അതെ സാർ. അതിന് പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് സർട്ടിഫിക്കറ്റ് വേണം. അതുണ്ടോ? ആദ്യമായിട്ട് കേൾക്കാൻ സാർ. ഒരു കുന്തം അറിയാതെ മുറിയും വാടകയ്ക്ക് എടുത്ത് കമ്പനി തുടങ്ങി MD എന്ന് പറഞ്ഞിരുന്നോളും നാട്ടുകാരെ മുഞ്ചിക്കാൻ. എടാ ഇവരൊരു അന്വേഷണം നടത്തണം. ഇവൻ എത്ര പേരെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വിദേശത്തേക്ക് കയറ്റി അയച്ചു നീ അന്വേഷിക്കണം. ഇവന്റെ കമ്പനി ഷട്ടർ ഇട്ടേക്ക്. ഇവന്റെ പേരിൽ FIR എടുത്ത് റിമാൻഡ് ചെയ്യണം. സാർ ഈ ശമ്പളം കൊടുത്തോളാം സാർ. വേണ്ട, നീ ശമ്പളം കൊടുക്കണ്ട. സാർ എൻ്റെ കല്യാണം സാർ. നിന്റെ കല്യാണം മുടക്കട്ടടാ. നിനക്കെതിരെ വഞ്ചനക്കൂട്ടത്തിനെ കേസ് എടുക്കും. എന്നോട് ഷട്ടിപ്പുറത്ത് എടുക്കും. പത്രക്കാരെ വിളിച്ച് ഫോട്ടോ എടുത്ത് പത്രത്തിലും കൊടുക്കും. അങ്ങനെ എന്റെ കല്യാണം മുടക്കട്ടെ. ആ പെണ്ണുങ്ങൾ രക്ഷപ്പെടട്ടെ. സാർ സാർ ഞാൻ ശമ്പളം കൊടുത്തു 17 രൂപ ഞാൻ കൊടുത്തോളാം സാർ. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. നിന്റെ അടുത്ത് മാന്യമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു മര്യാദ ശമ്പളം കൂടി സെറ്റിൽ ചെയ്യാൻ. അപ്പൊ നീ എന്താ പറഞ്ഞത്? ലേബർ കോടതി പോകാനല്ലേ? സാർ സാർ അത് ആ സമയത്ത് അങ്ങനെ. എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഹൈക്കോടതി സുപ്രീം കോടതി എല്ലാം ഈ പോലീസ് സ്റ്റേഷനാണ്. ഇവിടെ എന്ത് കേസിനും പരിഹാരം ഉണ്ടാവും. എന്ത് തരം കൊട്ടേഷനും നമ്മൾ എടുക്കും. മനസ്സിലായല്ലോ?
നിങ്ങൾക്ക് ശമ്പളം കിട്ടിയാ പോരെ? മതി സർ. എടാ സെറ്റിലേക്ക് ഇപ്പൊ തന്നെ. വരൂ പോകാൻ സർ. എടാ പറ शानदार भाई, शानदार। काफी अच्छी मूवी जा रही है। बिज्जू भाई के तो ना हम इंट्रोडक्शन में ही फैन हो गए लिटरली। मतलब द वे ही इज बहुत हार्ड वर्किंग, डिटरमाइंड, फोकस्ड है अपने काम को लेके, वो चीज काफी अच्छी है। और दूसरी चीज ना मेरे को ये अच्छा लगा कि लाइक काफी हेल्पिंग है, अपना काम ना ईमानदारी से करते हैं, ये तो हम लोगों को पता लग गया है। बाकी देखते हैं कि अगले पार्ट में क्या होने वाला है। इसकी शादी के लिए रिश्ते भी ढूंढे जा रहे हैं, हम लोगों को ये भी पता लगा। बाकी देखते हैं कि नेक्स्ट पार्ट कैसे होने वाला है। तो गाइस यही था हमारा रिएक्शन। आप लोगों को कैसा लगा कमेंट करके जरूर बताइएगा। अगर अच्छा लगे तो हमारी वीडियो को लाइक करिए, शेयर करिए, कमेंट करिए। और अगर इस चैनल पे न्यू तो सब्सक्राइब करिए। बाकी हम लोगों ने अपने इंस्टाग्राम अकाउंट का लिंक डिस्क्रिप्शन में दिया है, अगर फॉलो करना चाहते हो तो कर सकते हो। तो मिलते हैं एक और न्यू वीडियो के साथ, तब तक के लिए बाय।